ാണ് 60 കൊല്ലം പഴക്കമുള്ള ഒരു കെട്ടിടം. അതിന്റെ ഭാഗമായി അതിൽ ഉപയോഗിക്കാനിടയായ ഒരു വീട്ടമ്മ മരിച്ച സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ആ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അതിൽ പുതുപ്പള്ളി MLA, കോട്ടയം MLA അടക്കമുള്ള ആളുകൾ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോട്ടയത്തെ UDF നേതൃത്വം ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ മുമ്പ് UDF ഭരിക്കുന്ന കാലത്ത് ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഷോ കാണിക്കുന്നയാളുടെ അഭിവന്ദ്യ പിതാവ് അവിടെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ 15/12/2024 ജോബിയുടെ അയലോക്കല്ലേ, ജോബിയുടെ അയലോക്കാരല്ലേ കുഞ്ഞമ്മ ആറ്റുമാലിൽ വീട് കീഴുന്നു അല്ലേ? കുഞ്ഞമ്മ ആറ്റുമാലിൽ വീട് കീഴ്ക്കുന്നു കോട്ടയം. ശ്രീ മൈക്കിൾ തോമസിന്റെ ഭാര്യ ലിഫ്റ്റ് പൊട്ടി വീണിട്ടാണ് മരിക്കുന്നത്. 1 വെള്ളി രൂപയുടെ സഹായം UDF സർക്കാർ നൽകാൻ തയ്യാറായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ലിഫ്റ്റ് പൊട്ടി വീണ്, പഴയ ലിഫ്റ്റ് കേടായി, അത് പൊട്ടി വീണിട്ട് ഒരു പേഷ്യന്റ് മരിച്ചിട്ട് 1 വെള്ളി രൂപയുടെ സഹായം നൽകാത്ത അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പൊ വന്നിട്ട് വല്ലാത്ത ആവേശത്തോടുകൂടി, അമിതാവേശത്തോടുകൂടി മന്ത്രിയുടെ ചോര കുടിച്ച് അടങ്ങും എന്ന് വാശി പിടിക്കുമ്പോൾ കോട്ടയത്തെ UDFന്റെ ഇരട്ടത്താപ്പാണ് ഈ 2 സംഭവങ്ങളിലും തെളിയുന്നത്.